1895 വില്യം ജെ മോർഗൻ എന്ന അമേരിക്കൻ സായിപ്പ് ബീജാവാപം ചെയ്ത് അമേരിക്കൻ പടയാളികൾ ഒരു വിനോദമായി ലോകാന്തരങ്ങളിൽ പ്രചരിപ്പിച്ചു. 220-ൽ പരം രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച കായികകല വോളിബോൾ. ചടുലമാർന്ന നീക്കങ്ങളും വശ്യമാർന്ന പന്തടക്കവും തീ പാർന്ന അടികളും കൊണ്ട് 200 കോടിയിലേറെ ജനഹൃദയങ്ങളെ കോരിത്തരിപ്പിച്ച് മനുഷ്യ മനസ്സ് കീഴടക്കിയ വോളിബോൾ എന്ന കായിക കലയ്ക്ക് തനതു ശൈലി കൊണ്ട് കൈരളി ഭാവം നിറച്ച ടോം ജോസഫ് എന്ന വോളിബോൾ ലെജൻഡ്. ശാലോം ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ ക്രിസ്മസ് ദിനത്തിലെ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഇന്ത്യൻ വോളിബോൾ ടീമിലെ ഏറ്റവും കരുത്തനായ വോളിബോൾ കളിക്കാരൻ ശ്രീ ടോം ജോസഫാണ്. ഇന്ത്യൻ ക്യാപ്റ്റനായി 2 വർഷക്കാലം ഇന്ത്യൻ ടീമിൽ നിലകൊണ്ടു. 14 വർഷക്കാലം ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച, 18 വർഷക്കാലം കേരള സംസ്ഥാനത്തിന് വേണ്ടി കളിച്ച ഏറ്റവും കരുത്തനായ ഒരു കളിക്കാരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ ടോം ജോസഫ്. ടോം അറിയപ്പെടുന്നത് വോളിബോളിലെ ലെജൻഡ് എന്നും ഏറ്റവും അതികായനായ കളിക്കാരനാണെന്നാണ്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ട് അങ്ങനെ അറിയപ്പെടാനായിട്ട്? അതിൻ്റെ കാരണം എന്താണ് ടോമിനെ ലെജൻഡ് എന്ന് അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? ദൈവം തന്ന ഒരു കഴിവാണെന്ന് പറയരുത്. ഞാനിപ്പോൾ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു കളിക്കാരനാണ്. അതായത് കോഴിക്കോട് ജില്ലയിലെ പൂതമ്പാറ എന്ന് പറഞ്ഞ ഒരു കൊച്ചി ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് ഇപ്പം 15 വർഷത്തോളം ഇന്ത്യൻ ടീമിനും അതുപോലെ 14 വർഷത്തോളം കേരള ടീമിനും വേണ്ടി കളിക്കാൻ പറ്റിയെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കഴിവെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നത് തന്നെ. ടോം എത്ര വർഷം സംസ്ഥാനത്തിന് വേണ്ടി കളിച്ചു? ഈ വർഷം കൂടെ നമ്മൾ 16ാമത്തെ വർഷമാണ് ഞാൻ കേരള സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് കളിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ 14 വർഷം കളിച്ചു. ഇന്ത്യൻ ടീമിൽ ക്യാപ്റ്റനായിട്ട് 2 വർഷം. ടോം ഏത് നാട്ടിലാണ് ജനിച്ചത്? ഞാൻ കോഴിക്കോട് ജില്ലയിൽ പൂതമ്പാറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്. ടോമിൻ്റെ ശരിക്കും ഒറിജിൻ അവിടെയാണോ അതോ മറ്റ്? ഞാൻ എൻ്റെ ചെറുപ്പത്തിലില്ല, ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ പാലയിൽ നിന്നും കുടിയേറി വന്ന ഒരു കുടിയേറ്റ ഗ്രാമമാണ്. ഫാദർമാർ എന്ത് ചെയ്യുന്നു? ഇല്ല, രണ്ടുപേരും കൃഷിക്കാരാണ്. സഹോദരങ്ങൾ എത്ര പേരുണ്ട്? 2 സഹോദരങ്ങളാണ്. ഒന്ന് ഒരു ഷോപ്പ് നടത്തുന്നു, ടയറിൻ്റെ, ഒരു ബെന്നി എന്ന് പറയും. രണ്ടാമത്തെ റോയ് ജോസഫ്. എൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ ടീമിൽ വന്ന എനിക്ക് മുന്നേ വന്ന ആദ്യം ഇന്ത്യൻ ടീമിൽ വന്ന കളിക്കാരനാണ്. ടോം എത്ര വർഷമായിട്ട് വോളിബോൾ കളി തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഈ വർഷം കൂടെ കൂടുകയാണെങ്കിൽ എൻ്റെ 20ാമത്തെ വർഷമാണ് ഞാൻ വോളിബോൾ ഫീൽഡിൽ വരുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഞാൻ 14 വർഷം കളിച്ചു. അതുപോലെ കേരള സ്റ്റേറ്റിന് വേണ്ടി 16ാമത്തെ വർഷമാണ് ഈ വർഷം എൻ്റെ. അല്ല, സ്കൂളിൽ എവിടെയാണ് നമ്മൾ കളി തുടങ്ങുന്നത്? എവിടെയാണ് ടോം? ഏത് സ്കൂളിലാണ് കളി തുടങ്ങുന്നത്? ഞാൻ AJ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശാസ്ത്രൻകോട്ട് സ്കൂളിലാണ്. അന്ന് കുമാരൻ മാഷ് എന്ന് പറഞ്ഞൊരു കായിക അധ്യാപകൻ്റെ കീഴിലാണ്. ജീവിച്ചിരിപ്പുണ്ടോ? അതുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ട്. ഇത് കാണാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ടോമിന് പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടെന്ന് അറിവുണ്ട്. അതിൽ ഏറ്റവും വിലപ്പെട്ട അവാർഡ് ഏതായിരുന്നു? ഇപ്പം പല അവാർഡുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, എനിക്കിപ്പോൾ ഇപ്പോൾ നിലയിലുള്ള എനിക്ക് വോളിബോളിൽ തന്നെ അറിയപ്പെടുന്ന ജിമ്മി ജോർജിൻ്റെ പേരിലുള്ള ഒരു അവാർഡാണ് എൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ട ഒരു അവാർഡായിട്ട് ഞാൻ കാണുന്നത്. ജിമ്മി ജോർജിനേക്കാൾ കൂടുതൽ കാലം ടോം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അല്ലേ? ജിമ്മി ജോർജ് എൻ്റെ അറിവിൽ 7 വർഷക്കാലം ഇന്ത്യക്ക് കളിച്ചിട്ടുള്ളൂ. ടോമിന് പക്ഷേ അങ്ങനെ അല്ല, 14 വർഷം കളിക്കാനായിട്ട് സാധിച്ചു. എത്ര അന്തർദേശീയ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്? ഞാൻ ഏകദേശം 45ഓളം ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് കളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച് 2 ഏഷ്യൻ ഗെയിംസ്, 3 സാഫ് ഗെയിംസ്, അതുപോലെ 3 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, ഒട്ടേറെ 45-50ഓളം ഇൻ്റർനാഷണൽ മാച്ചുകളും കളിച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതം സമർപ്പിച്ച, താൻ ഉറച്ചു വിശ്വസിക്കുന്ന യേശു തമ്പുരാൻ തന്നെ വഴി നടത്തും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ടോം ജോസഫ്. ആ വിശ്വാസം ടോമിനെ വഴി നടത്തിയെന്ന് വേണം പറയുവാൻ. 1990-ൽ
വോളിബോൾ അക്കാദമി തൊട്ടിൽപ്പാലത്ത് നടത്തി വരുന്ന വോളിബോൾ കോച്ചിങ് ക്യാമ്പിലേക്കാണ് ടോം ആദ്യമായിട്ട് കടന്നു വരുന്നതും ആ വർഷം ഇവിടെ നടത്തിയ സമ്മർ കോച്ചിങ് ക്യാമ്പിൽ ടോം പങ്കെടുക്കുകയും തൻ്റെ വോളി ജീവിതത്തിന് നാന്ദി കുറിക്കുകയും ചെയ്തു. തൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന പൂതമ്പാറയിൽ നിന്നും ദിവസവും രാവിലെ കാൽനടയായിട്ടാണ് ടോം ക്യാമ്പിൽ പങ്കെടുത്തിരുന്നത്. സ്കില്ലുകൾ പഠിക്കുന്നതിലും മറ്റ് എക്സർസൈസുകൾ ചെയ്യുന്നതിലും ടോം അന്നും മിടുക്കനായിരുന്നു. ഇവിടെ നിന്നും വോളിബോളിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച ടോം 1995 കോഴിക്കോട് സായി സെൻറ്ററിൽ ചേരുകയും അവിടെ ശ്രീ ജോസഫ് സാറിൻ്റെ കീഴിൽ വീണ്ടും വോളിബോൾ പരിശീലനം തുടരുകയും 1997 ടോം ആദ്യമായി ഒരു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു. വോളിബോൾ എന്ന കായിക കലയെ വാനോളം നെഞ്ചിലേറ്റിയ കേരള ജനതയ്ക്ക് എക്കാലത്തെയും മികച്ച കളിക്കാരനായ ടോം ജോസഫിന് ജന്മം നൽകിയ നാട് പൂതമ്പാറ. രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ നൽകിയ ധീര പോരാളികളുടെ നാടായ വടക്കൻ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിക്കടുത്ത് പൂതമ്പാറ എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ തികച്ചും കുടിയേറ്റ മലയോര കർഷക കുടുംബത്തിൽ ശ്രീ ജോസഫ് കുന്നപ്പള്ളിയുടെയും ശ്രീമതി ഏലിക്കുട്ടി ജോസഫിൻ്റെയും ഇളയ മകനായി 1980 ജനനം. നമ്മുടെ അന്തർദേശീയ താരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിൽ പോയി കളിക്കുന്നുണ്ട്. ടോം എന്തുകൊണ്ടാണ് ഒരിക്കലും വിദേശ രാജ്യത്ത് പോകാത്തത്? സാറേ, വിദേശ രാജ്യം കളിച്ചിരുന്നു. 1999 തൊട്ട് 2002 വരെ വിദേശ രാജ്യത്ത് കളിച്ചിരുന്ന. വിദേശ കളിച്ചപ്പോൾ എനിക്ക് അവിടുന്ന് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ പിന്നെ പോകാനുള്ള സാഹചര്യം കിട്ടിയില്ല. ഗവൺമെൻറ് നമുക്ക് അസോസിയേഷൻ്റെ വക ഇവിടുന്ന് നമുക്ക് എന്താ പറയുക സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് വിദേശത്ത് പോയി കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവരെനിക്ക് ആ സമയത്ത് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ തന്നില്ല. എനിക്ക് അതിൻ്റെ പോകാനുള്ള സാഹചര്യം തന്നില്ല. പോയ സാഹചര്യം എനിക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലും അതേപോലെ വിദേശത്തൊക്കെ ഇഷ്ടംപോലെ ഗബ്ബോളിൽ അവസരം വന്നു. പക്ഷേ അന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച് ഇന്ത്യയിൽ തന്നെ നിൽക്കാമെന്ന് ഞാൻ കരുതിയാണ് ഞാൻ ഇന്ത്യൻ ടീമിൽ തന്നെ നിന്ന് ഇവിടെ നിൽക്കാൻ കാരണം. ടോം മാരീഡാണല്ലോ? അതെ അതെ. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് MA M.Ed കഴിഞ്ഞ് ഇപ്പം ഒരു സ്കൂളിൽ പോയിരുന്നു. അപ്പോൾ ഇപ്പം വീട്ടിൽ മക്കൾ 2 മക്കളാണ്. ഒന്ന് റിയ, ഒന്ന് സ്റ്റുവർട്ട്. അവർ സ്കൂളിൽ പോകും? ഒരാൾ സ്കൂളിൽ പോകുന്നു, ഒരാൾക്ക് 1.5 വയസ്സ്. താമസിക്കുന്ന എവിടെ? തൃപ്പൂണിത്തറ പുതിയകാവ്. നിലവിൽ എവിടെ ജോലിയുണ്ടോ? ഞാൻ കൊച്ചിൻ ഡിഫൻഡറിലെ സ്പോർട്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യും. ആ ഗ്രാമത്തിലെ ഏക കലാലയമായ ചാത്തൻകോട്ട് നട സ്കൂളിൽ പഠനം തുടങ്ങിയ കാലം പിതാവിൻ്റെ സ്നേഹിതനും കുടുംബ സുഹൃത്തുമായ കുമാരൻ മാസ്റ്റർ ടോമിലെ കളിക്കാരനെ തിരിച്ചറിഞ്ഞു. തൻ്റെ പ്രധാന കായിക അധ്യാപകനായ പുല്ലാനിക്കാവിൽ തോമസ് സാറിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ കുമാരൻ മാസ്റ്റർ ആവശ്യപ്പെട്ടതനുസരിച്ച് കളിക്കളത്തിലിറങ്ങിയ ടോമിന് തൻ്റെ കായിക ജീവിതത്തിൽ എന്നും പ്രോത്സാഹനമായി ചാലകശക്തിയായിരുന്നത് തൻ്റെ സഹോദരനും മുൻ അന്തർദേശീയ താരവുമായ ശ്രീ റോയി ജോസഫിൻ്റെ നിർദ്ദേശങ്ങളായിരുന്നു. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ചാച്ചൻ ജോസഫ്, അമ്മ ഏലിക്കുട്ടി, അപ്പുറം ഇരിക്കുന്ന അമ്മയുടെ അനിയത്തി മറിയാമ്മ, എൻ്റെ പെങ്ങൾ ഷേർലി, അളിയൻ മാത്യു,
പള്ളത്ത്. ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ ചേട്ടനാണ്, മൂത്ത ചേട്ടനാണ് ബെന്നി ജോസഫ്. എൻ്റെ ഇപ്പുറം ബെന്നിയുടെ വൈഫ് ബീന, ബെന്നിയുടെ മോൻ ടോം, ഇപ്പുറം ഇരിക്കുന്ന എൻ്റെ വൈഫ് ജാനറ്റ്, മോൻ സ്റ്റുവർട്ട്, മോളെറിയ. എനിക്കൊരു ചേട്ടനും കൂടെ ഉണ്ട്. ആ ചേട്ടൻ്റെ പേരാണ് റോയ് ജോസഫ്. പഞ്ചാബിലാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടില്ല. അപ്പം റോയുടെ വൈഫ് മിസ്സി മോളാണ്. 2 കുട്ടികളാണ്. ഇവിടെ നിന്നാണ് എൻ്റെ വോളിബോൾ കരിയറിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത് തന്നെ പറയാം. ഇവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നത് തന്നെ. 92 കാലഘട്ടത്തിൽ ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ പുതമ്പാറയുള്ള ചെറിയ കോട്ടയിലാണ് കളി ആരംഭിച്ചത്. എന്നിട്ട് നമുക്ക് പന്ത് പറക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പുറത്ത് വന്ന് പന്ത് പറയിക്കൊണ്ട് കൊടുക്കുമായിരുന്നു പുള്ളിയുടെയും കൂട്ടുകാരുടെ പണി. ഈ പന്തിൻ്റെ പുറകെ കൂടൊക്കെ ഓടിച്ചെന്ന് പന്ത് പറയിക്കൊണ്ട് കൊടുക്കും. അങ്ങനെ കളിക്കണമെന്ന് ആഗ്രഹമാണ്, പക്ഷേ കളത്ത് കയറ്റി കളിപ്പിക്കുകയല്ലോ. അതിന് കളി കഴിഞ്ഞ് ഞങ്ങൾ നിർത്തി കഴിയുമ്പോൾ തന്നെ പുള്ളി തിരിച്ച് വീട്ടിൽ വന്ന് ഈ 2 കമുകേൽ ചാക്കുനൂല് കൊണ്ട് കെട്ടും. ചാക്കുനൂലിട്ട് ഈ കടലാസ് കൊണ്ട് പന്തുണ്ടാക്കി അവനും കൂട്ടുകാരും കൂടി തട്ടി കളിക്കുമായിരുന്നു. അങ്ങനെ കളിച്ചാൽ ഇങ്ങനെ ഒരു 10-17 വയസ്സായപ്പോഴത്തേന് സായിൽ ഞാൻ അവനെ കൊണ്ടുപോയി സെലക്ഷൻ കിട്ടി. അവിടുന്ന് കളി തുടങ്ങി. 99 ആയപ്പോഴത്തേന് ഇന്ത്യൻ ജൂനിയർ ടീമിൽ കയറി പാകിസ്ഥാനിൽ പോയി കളിച്ചു. ആ കളി വളരെ വിജയകരമായിരുന്നു. Dashing through the snow in a one-horse open sleigh, o'er the hills we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun it is to ride and sing a sleighing song tonight! Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh! Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. എൻ്റെ നേരെ ഞാൻ റോയിയുടെ കളി കണ്ടാണ് ടോം കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. തൊട്ടിൽപ്പാലത്ത് നിന്ന് ഇവിടുത്തെ രാവിലെ 5:30 ബസ്സിന് പോയി തൊട്ടിൽപ്പാലത്ത് തോമസ് സാറിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്ത് അവിടുന്ന് തോമസ് സാറിൻ്റെ കഴിവ് കൊണ്ട് കയറി സായിലെത്തി. സായിൽ നിന്ന് പിന്നീട് നാഷണൽ ടീമിലേക്കും സ്റ്റേറ്റ് ടീമിലേക്കും സെലക്ഷൻ കിട്ടി. ലോകം അറിയപ്പെടുന്നൊരു താരമായി വോളിബോളിൽ. ഇത്രയും ഉയർന്നതിൻ്റെ എല്ലാ ക്രെഡിറ്റും റോയിക്കും എല്ലാവർക്കും അവകാശപ്പെട്ടാണ്. കാരണം അവരുടെയൊക്കെ പിന്തുണ കൊണ്ടാണ്, വീട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണ കൊണ്ടാണ് ടോം ഇത്രയും എത്തിപ്പെട്ടത്. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഇത്രയും എത്തിപ്പെട്ടു. 1996 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ചേർന്നപ്പോൾ ബാലപാഠങ്ങൾക്ക് ഊന്നൽ നൽകിയ സായിയുടെ പരിശീലകനായ ശ്രീ ജോസഫിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനായിരുന്നു ടോം. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് ടോം ജോസഫ്. ചെറുപ്പകാലത്ത് എൻ്റെ സുഹൃത്തും കൂടിയായിരുന്നു. ഹസ്ബൻഡ് റോയിയുടെ കളി ജീവിതത്തിൻ്റെ പ്രോത്സാഹനത്തിലൂടെയാണ് ടോമും ഈ രംഗത്തേക്ക് എത്തിയത്. തുടർന്ന് 8ഓളം തവണ ഇവരൊന്നിച്ച് ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്തു. പരസ്പരമുള്ള പ്രോത്സാഹനവും സഹോദര സ്നേഹവും ഈ കായിക രംഗത്ത് വളരെ ഉയർച്ചയിലെത്താൻ ടോമിനെ സഹായിച്ചിട്ടുണ്ട്. സർവോപരി ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ കുടുംബത്തോടൊപ്പം ഉണ്ട്. ടോമ, ഈ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരുന്നു ആക്ച്വലി ടോമിൻ്റെ ഒരു വഴിത്തിരിവ്. ഈ കളിയിലേക്ക് വരാനുള്ള ഒരു വഴിത്തിരിവുണ്ടായത് അവിടെ നിന്നാണ്. അതെ, തീർച്ചയായും എടുത്തു പറയാൻ പറഞ്ഞാൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലാണ് ഞാൻ വന്നത്. പക്ഷേ അന്ന് സായിലുണ്ടായിരുന്ന പല വ്യക്തികളും ഇപ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇന്ത്യൻ ടീമിലുമൊക്കെ കളിക്കുന്ന പല പ്ലേയേഴ്സുകളുണ്ട്. അല്ല, ആക്ച്വലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് വോളിബോളിനെ. തീർച്ചയായും ടോമിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ദൈവം യേശു ക്രിസ്തു ടോമിനെ വഴി നടത്തി? തീർച്ചയായും. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ എൻ്റെ കഴിവുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഈ കളിച്ചിരുന്ന കാലം 15 വർഷത്തോളം ഞാൻ ഇന്ത്യൻ ടീമിലും 14 വർഷത്തോളം കേരള ടീമിലും കളിക്കാൻ തന്നെ ദൈവത്തിൻ്റെ ഒരു കഴിവുകൊണ്ടാണെന്ന് പറയാം. കാരണം വെച്ചാൽ ഇപ്പം വന്ന പ്ലേയേഴ്സ് പലരും ഇഞ്ചുറി ആയിട്ട് പല സാഹചര്യങ്ങളായിട്ട് വിട്ടുമാറിപ്പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദൈവം അങ്ങനെ ഒരു ഇഞ്ചുറിയോ ഒരു കഴിവ് ഇതൊന്നും തരാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത് ഇപ്പോൾ. ടോം ജോസഫ് എന്ന പേര്
ഞങ്ങളുടെ അഭിമാനവും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആവേശവുമാണ്. ഞങ്ങൾ അഭിമാനിക്കുന്നത് പുതമ്പാറ എന്ന കൊച്ചു ഗ്രാമത്തിലെ യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാത്ത ഒരു കൊച്ചു ഗ്രാമം ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി തീർന്നത് ടോം ജോസഫ് എന്ന വ്യക്തിയുടെ അതുല്യമായ പ്രതിഭ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ടോം അവധിക്ക് വരുമ്പോഴൊക്കെ പള്ളിയിലും പള്ളിമുറിയിലുമൊക്കെ വന്ന് എന്നെ കാണാറുമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്ര അതുല്യമായ ഒരു പ്രതിഭയായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ലാളിത്യവും വിനയവും അതോടൊപ്പം ദൈവാശ്രയ ബോധവുമൊക്കെ പുതിയ തലമുറ ജീവിതത്തിൽ പകർത്തേണ്ട ആദർശങ്ങളാണ് എന്ന് പലപ്പോഴും തോന്നാറുമുണ്ട്. വോളിബോളിലൂടെ ജീവിക്കും എന്ന് തീരുമാനിച്ച ടോമിന് മറ്റ് പാഠ്യേതര വിഷയങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. എ ജോൺ ഹൈസ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ടോം ജോസഫ്. അദ്ദേഹം ആ കാലത്ത് തന്നെ ഒരു നല്ല വോളിബോൾ താരമായിരുന്നു, നല്ല കളിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഈ നാടിൻ്റെ എല്ലാ ആദരവും ഈ ഉന്നതമായ നിലവാരത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചതിൽ ഞങ്ങൾ അതിനുള്ള ആശംസകളും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഞാൻ 1994 ഇവിടെ അധ്യാപകനായി വരുമ്പോൾ ടോം ജോസഫ് 10ൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ 19 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന് എനിക്കറിയാം. സ്ഥിരോത്സാഹവും കഠിനാധ്വാനത്തിലൂടെ ഇത്രയും വലിയൊരു നിലയിലെത്തിച്ചേരുവാൻ അദ്ദേഹത്തിന് സാധിച്ചതിൽ ഈ സ്കൂളിലെ അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്, അതോടൊപ്പം ചാരിതാർത്ഥ്യവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് എപ്പോഴും നല്ലൊരു മാതൃകയാണ്. എങ്ങനെ ചെറിയ തുടക്കങ്ങളിലൂടെ വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. 1989 ഞാനിവിടെ ഈ സ്കൂളിൽ അധ്യാപികയായി വരുമ്പോൾ ടോം 6ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ UP ക്ലാസ്സുകളിൽ എനിക്ക് അവനുമായിട്ടുള്ള പരിചയം അവനെ സ്പോർട്സിന് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള നിലയിലായിരുന്നു. അന്ന് വോളിബോളിലൊന്നും ആയിരുന്നില്ല അവൻ മുൻപന്തിയിൽ നിന്ന്. ഓട്ടം, ചാട്ടം മുതലായ ഐറ്റത്തിന് മിക്കവാറും ഞാനും ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ജാൻസി ടീച്ചറും ഞങ്ങൾ രണ്ടുപേരും കൂടിയായിരുന്നു അവനെ സ്പോർട്സിനൊക്കെ കൊണ്ടുപോയിരുന്നു. പിന്നെ 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ ഫിസിക്സ് അധ്യാപികയായി അവനെ പഠിപ്പിച്ചിരുന്നു. പഠനരംഗത്ത് അത്ര മുൻപന്തിയിലായിരുന്നില്ലെങ്കിലും സ്പോർട്സിൽ അന്നും ഇന്നും വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന ടോമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കോഴിക്കോട് ജില്ലയുടെ വടക്കേ അതിർത്തിയിൽ വയനാട് ജില്ലയോട് ചേർന്നിരിക്കുന്ന ഈ ചാത്തൻകോട്ടുനാട എന്ന് പറയുന്ന ഈ കൊച്ചു മലയോര മേഖലയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അത്യധ്വാനത്തിലൂടെ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ പദവി നേടുകയുണ്ടായി. ഇതിൻ്റെ പിന്നിൽ ഒട്ടനവധി മഹാത്മാക്കളുടെ അനുഗ്രഹവും ആശീർവാദവുമുണ്ട്. ഈ പ്രതിഭയെ പഠിപ്പിക്കുവാനുള്ള ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ഈ സ്കൂളിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെ അറിയുന്ന വാർത്തകളും വോളിബോൾ രംഗത്ത് അദ്ദേഹം മികച്ച പ്രകടനം കാണിക്കുമ്പോൾ തികച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി മാറുകയായിരുന്നു. 1990 മുതൽ ടോം ജോസഫിനെ എനിക്ക് പരിചയമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്പോർട്സിലായിരുന്നു മികവ് പുലർത്തിയിരുന്നത്. എന്നാൽ സ്കൂൾ വിട്ടതിന് ശേഷമാണ് വോളിബോളിലേക്ക് ശ്രദ്ധ തിരിച്ചതും അതിൽ ഉന്നത നിലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതും. 7ാം ക്ലാസ്സിലാണ് ടോമിനെ ഞാൻ പഠിപ്പിച്ചത്. കൂട്ടുകാരേക്കാൾ ഉയരം കൂടിയ കുട്ടിയായിരുന്നു കൊണ്ട് പിൻ ബെഞ്ചിലായിരുന്നു ടോം ഇരുന്നത്. ഒരു നാണം കുണുങ്ങിയായി ഒരു നിഷ്കളങ്കതയോടെയാണ് ടോം ക്ലാസ്സിലിരുന്നിരുന്നത്. അതുകൂടാതെ കായികമേളയ്ക്ക് പോകുമ്പോൾ ടോമിൻ്റെ കൂട്ടത്തിൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. അന്നും ടോമിൻ്റെ നിഷ്കളങ്കതയാണ് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചത്. ഈ നിഷ്കളങ്കതയും
എളിമയും ഈ കാപട്യമില്ലായ്മയുമാണ് ടോമിനെ ഇത്രയും ഉയരത്തിലെത്തിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ വിദ്യാലയത്തിൽ ടോമിൻ്റെ കൂടെയായിരുന്നു, ഒരേ ക്ലാസ്സിലായിരുന്നു എൻ്റെ പഠനം. ടോമിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവൻ്റെ പൊക്കക്കൂടുതൽ കൊണ്ട് തന്നെ PT മാഷ്, കളിമാഷ് അവനെ വോളിബോളിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തും. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ആവേശം അവനെ മറ്റ് കളികളിലോട്ട് കൂട്ടാനായിരുന്നു. അവൻ്റെ ആ ഒരു പൊക്കക്കൂടുതൽ കൊണ്ട് തന്നെ ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്ന കള്ളനും പോലീസും, ചട്ടിയാൻ പൂട്ടിയാൻ എന്ന് പറയുന്ന ഒരു നാടൻ കളിയുണ്ട്. ആ കളികളിലോട്ടൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ വിജയ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവൻ അതിൽ നിന്ന് എങ്ങനെ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അവനും ഞങ്ങളോട് കൂടെ കൂടാൻ തന്നെയായിരുന്നു താല്പര്യം ആ കാലഘട്ടത്തിൽ. പക്ഷേ അവനിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, ഞാൻ ഈ സ്കൂളിൽ തന്നെ അധ്യാപകനായി എത്തിച്ചേർന്നു. അവൻ കളിയുടെ മികവ് കൊണ്ട് വോളിബോളിൻ്റെ ഇന്ത്യയിലെ രാജാവ് തന്നെയായി എന്ന് തന്നെ പറയാം. അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ പഴയകാല സൗഹൃദം ഇപ്പോഴും അവൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ നിഷ്കളങ്കതയും ആ ശുദ്ധതയും തന്നെയാണ് അവൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ 1999 ടോമിനെ ഇന്ത്യൻ ടീമിലെത്തിച്ചു. 2002, 2006 വർഷങ്ങളിൽ ഏഷ്യൻ ഗെയിംസിലും 1999, 2001, 2003, 2005 വർഷങ്ങളിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യൻ കൈക്കരുത്തെന്താണെന്ന് ലോകാന്തരത്തെ അറിയിച്ച ടോം 14 വർഷക്കാലം ഇന്ത്യൻ ടീമിൻ്റെ നിറസാന്നിധ്യമായിരുന്നു. ടോമെ, ഈ ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരാണ്. വോളിബോളിൽ എൻ്റെ അറിവനുസരിച്ച് ഏതാണ്ട് 200 കോടി ആരാധകർ വോളിബോളിൽ ലോകത്തുണ്ട്. അതുപോലെ തന്നെ വോളിബോൾ എന്ന കായിക കല ഏതാണ്ട് 222 വരെ രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ചിട്ടുള്ളൊരു കായിക കലയാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആരാധകർ എന്ന് പറയുന്നത് ക്രൈസ്തവരാണോ? തീർച്ചയായും എടുത്ത് പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ കോളേജുകളിലാണ് വോളിബോൾ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. കോളേജ്, സ്കൂൾസ് എടുത്തു പറയുന്ന കോഴിക്കോട് തന്നെ മലബാർ ക്രിസ്ത്യൻ കോളേജ്, അതേപോലെ തന്നെ ദേവേരി കോളേജ്, MA കോളേജ് കോതമംഗലം, സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി, അങ്ങനെ എല്ലാ കോളേജുകളിലും ഈ വോളിബോൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഈ നമ്മുടെ ക്രൈസ്തവരാണ്. ഇന്ത്യൻ വോളിബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒരാളാണ് ടോം ജോസഫ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ അറിയപ്പെടുന്ന സിറിൽ സി ബള്ളൂർ, ജിമ്മി ജോർജ്, അതുപോലെ സുഖപാൽ സിംഗ്, ബൽവന്ത് സിംഗ്, അപ്പോൾ ഇവരൊക്കെ ഇന്ത്യ വോളിബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ടോപ്പ് കളിക്കാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. പക്ഷെ അവരുടെ പോലെ തന്നെ അതിൽ കൂടുതലോ നിലവാരം പുലർത്തുന്ന ഒരു കളിക്കാരനാണ് ടോം ജോസഫ്. മറ്റുള്ള കളിക്കാരിൽ നിന്നും ഏറ്റവും ഒരു വ്യത്യസ്തമായൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏതാണ്ടൊരു 99 മുതൽ ഈ 2013 വരെ ഏറ്റവും ആ ഉന്നത നിലവാരത്തിൽ തന്നെ നിലവാരം പുലർത്തിയ ഒരാളാണ് ടോം ജോസഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു നല്ലൊരു സ്വഭാവം, പക്വതയുള്ള, മാന്യതയുള്ള ആ സ്വഭാവം പോലെ തന്നെ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 6 അടി ഉയരമുള്ള കളിക്കാരുടെ നമ്മളൊരു താരതമ്യം ചെയ്ത് നോക്കിയാൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ വോളിബോളിൻ്റെ 6 അടി വരെ ഉള്ളവരാരും തന്നെയും നിലത്തുനിന്ന് 1 മീറ്റർ ഉയർന്നിട്ട് ബോൾ അടിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അതേസമയം ടോമിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ടൊരു 10 അടി ഉയരത്തിൽ നിന്ന് ബോൾ ഫിനിഷ് ചെയ്യുന്ന ഒരു പ്രത്യേകതയുണ്ട്.
ഇൻ്റർനാഷണൽ പ്ലെയറെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് ഞാനും വോളിബോളിലേക്ക് വന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ടോം ജോസഫ് എന്ന പ്ലെയർ കളിക്കാൻ വരികയും അത് ഗ്യാലറിയിലിരുന്ന് കാണുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഗ്യാലറിയിലിരുന്ന് കളി കണ്ടപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്കും ഇദ്ദേഹത്തോടൊപ്പം കളിക്കാൻ പറ്റുമോ എന്നു. പക്ഷേ പിൽക്കാലത്ത് ദൈവാനുഗ്രഹം എന്ന പോലെ എനിക്ക് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒത്തിരി സമയം ചെലവഴിക്കാൻ സാധിച്ചതും ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഓരോ ടൂർണമെൻറ്റിന് പോകുമ്പോഴും ടോം ജോസഫ് എന്ന സീനിയർ പ്ലെയർ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് പറയും, ഇന്നത്തെ ടൂർണമെൻറ്റിൽ നമ്മൾ ഇന്ന രീതിയിൽ കളിച്ചാൽ നമുക്ക് ജയിക്കാൻ സാധിക്കും. അതായത് ഓപ്പോണൻറ്റ് ടീമിൻ്റെ ദൗർബല്യങ്ങൾ, വീക്ക് പോയിൻറ്റുകൾ ഏതെല്ലാമെന്ന് ഓരോന്നും ഞങ്ങളോട് എടുത്തെടുത്ത് പറഞ്ഞു തരും. അതനുസരിച്ച് ഞങ്ങൾ കളിക്കുകയും ഞങ്ങൾക്ക് ജയിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ടൂർണമെൻറ്റിന് പോകുമ്പോൾ ഞങ്ങളുടെ ടീം അംഗങ്ങളെല്ലാവരും ഒരു റൂമിൽ ഒത്തുകൂടുകയും ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് ഞങ്ങൾ അന്നത്തെ മാച്ചിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നത്. അവിടെ വെച്ച് അദ്ദേഹം ഞങ്ങൾക്ക് ഒത്തിരി നിർദ്ദേശങ്ങൾ തരാറുണ്ട്. അതുപോലെ മാച്ച് വളരെ ടൈറ്റ് നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഞങ്ങളോട് പറയും, നമ്മളുടെ കൂടെ ഈശ്വരൻ എപ്പോഴും ഉണ്ട്, നമുക്ക് ജയിക്കാൻ സാധിക്കും എന്നെല്ലാം. നമ്മുടെ മിസ്സിങ് വരുമ്പോൾ നമ്മുടെ അടുത്ത് നിന്നൊരു മിസ്സ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വേണ്ട പോലെ അത് ക്ലിയർ ചെയ്യും. അടുത്ത ബോൾ ഞാൻ തീർത്തുകൊള്ളാം, ഞാൻ പോയിൻ്റ് എടുത്തുകൊള്ളാം, നിങ്ങൾ എൻ്റെ ഒപ്പം സഹകരിച്ച് തന്നാൽ മതി എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. അതിസുന്ദരിയായ വിശാല കൊച്ചിയുടെ അഭിമാനമായ ഭീമൻ ചരക്കു കപ്പലുകളെയും വൻ ആഡംബര കപ്പലുകളെയും കരകാണിക്കുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൻ്റെ മുൻ പരിശീലകനായിരുന്ന സാർ MT സാമുവൽ ടോമിനെ 1998 പോർട്ടിലെത്തിച്ചു. പിന്നീട് വിശാല കൊച്ചിയുടെ പൊൻതൂവലായ കൊച്ചിൻ റിഫൈനറിയിലേക്ക് 2000 ടോം ചേക്കേറി. ടോം പറഞ്ഞല്ലോ ടോമിനെ യേശു വഴി നടത്തി. അതുപോലെ പറഞ്ഞു ക്രിസ്മസ് ദിനങ്ങളിൽ പലപ്പോഴും കുടുംബത്തോടൊപ്പം ചേരാൻ സാധിക്കാറില്ല. അപ്പോൾ മറ്റ് ദൂരെ ഒരു സ്ഥലത്താണെങ്കിൽ സാധാരണഗതിയിൽ ക്രിസ്മസ് ദിനത്തിൽ ടോം എന്താ ചെയ്യാറുള്ളത്? സാധാരണ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 24-ാം തീയതി വൈകുന്നേരം നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരുമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാർ 3-4 ക്രിസ്ത്യൻസ് ഉണ്ട്, അവരെല്ലാം കൂടെ കൂട്ടി നമ്മൾ കേക്ക് കട്ട് ചെയ്യും. എന്നിട്ട് പരമാവധി രാത്രി കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കും. പറ്റിയില്ലെങ്കിൽ രാവിലെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാനാണ് നമ്മൾ സാധാരണ ചെയ്യുക. ആ ഒരു അനുഭവം കുടുംബത്തോടൊപ്പം വീണ്ടും ഫോണിലൂടെയൊക്കെ ഷെയർ ചെയ്യാറുണ്ടോ? ഉണ്ട്, അവർ വിളിക്കും. അവർ രാത്രി തന്നെ വിളിക്കും. രാത്രി ഒന്ന് കുർബാന കഴിഞ്ഞിട്ട് വിളിക്കും, ഹാപ്പി ക്രിസ്മസ് നമ്മൾ അവർ വിളിച്ചറിയിക്കുന്നതാണ്. മാതാപിതാക്കളും മക്കളും ഒത്തിരി മിസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്, അവർക്കുണ്ട്. അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഇത് സെലിബ്രേറ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അന്ന സമയത്ത് മക്കൾ പറയും, പപ്പ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഘോഷിക്കാമല്ലോ എന്നൊക്കെ അമ്മയോടൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് തീർച്ചയായും വിഷമമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ടോമിൻ്റെ ഈ ഡീപ്പ് ഡെഡിക്കേഷനും അതുപോലെ കളിയോടുള്ള ഒരു ത്രയവും കൊണ്ടാണ് ഇത്രയും കാലം 15 വർഷക്കാലം ഇന്ത്യൻ ടീമിൽ നിലകൊള്ളാനായിട്ട് സാധിച്ചത്, അല്ലേ? അതൊരു ഈശ്വരാനുഗ്രഹമായിട്ട് ടോം കാണുന്നു, അല്ലേ? തീർച്ചയായും ഈ ഈശ്വരാനുഗ്രഹം അല്ലാതെ ഞാൻ ഈ നിലയിൽ എത്തിക്കാൻ എനിക്ക് പറ്റുമില്ല. തൻ്റെ കായിക ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനമാണ് സഹധർമ്മിണി ശ്രീമതി ജാനറ്റും മക്കൾ റിയ ടോമും സ്റ്റുവർട്ട് ടോമും. മത്സരത്തിന്റെ വാമപ്പ് മുതൽ മത്സരാവസാനം വരെ പ്രാർത്ഥനാ നിരതയായിരിക്കും ശ്രീമതി ജാനറ്റ്. ഞങ്ങൾ പൂതമ്പാറ എന്ന ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ടോമിനെ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2004 ഒക്ടോബറിലാണ്. ഞങ്ങൾക്ക് 2 മക്കൾ. മൂത്തയാൾ റിയ ടോം, 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയാൾ സ്റ്റുവർട്ട്, അവന് 1.5 വയസ്സായതേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ടോം ജോസഫ് വോളിബോൾ പ്ലെയർ ആയിരുന്നു. എന്നെ കല്യാണം കഴിക്കുന്ന സമയത്തും ഇന്ത്യൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് 9 വർഷമായി. ടോം ജോസഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വോളിബോൾ അക്കാഡമിക് ആയിട്ടൊന്നും വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എങ്കിലും തൻ്റെ കഴിവ് എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വീറും വാശിയും എന്നും ഉള്ളിലുള്ളൊരു നല്ലൊരു പോരാളി തന്നെയാണ് വോളിബോൾ ഗ്രൗണ്ടിലെ. ടോമിൻ്റെ ഒരു കുടുംബം എന്ന് പറയുന്നത് തികച്ചും ഒരു മലയോര കുടിയേറ്റ കർഷക കുടുംബമാണ്. ടോമിൻ്റെ മാതാപിതാക്കൾ പൂർണ്ണമായും ഈശ്വരവിശ്വാസികളായിരുന്നു. ഈശ്വരവിശ്വാസിയായിട്ടാണ് ടോമിനെയും സഹോദരങ്ങളെ അവർ വളർത്തിയത്. അതിൻ്റെ അനുഭവം ഒന്ന് പങ്കിടാം.
തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. എന്നെ എൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ ചാച്ചനും അമ്മയും എന്നെ കൂടുതലായിട്ട് ഈ സപ്പോർട്ട് തന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ പള്ളി കുർബാനകളിലും പങ്കെടുക്കാറുണ്ട്. അതേപോലെ തന്നെ വേദപാഠ ക്ലാസ്സുകളിൽ 1 മുതൽ 10 വരെ റെഗുലറായിട്ട് ഞാൻ വേദപാഠ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തം ഹാജർ നിലയിൽ ഒന്നാമത് എത്താൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ജൂലൈ 3 പള്ളിയിൽ വെച്ച് ഈ ഹാജരുണ്ടെങ്കിൽ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കും. ആ സമ്മാനം എനിക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ചകൾ വേദപാഠ ക്ലാസ് മിസ് ചെയ്യാതെ ഞാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ വളർന്നുകൊണ്ടായിരിക്കും ഇപ്പം ഞാൻ ഈ നിലയിൽ ഇപ്പം നിൽക്കുന്നതെന്ന് പറയാം. ടോമ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ശലോം TV പ്രേക്ഷകരോട് ടോമിന് എന്താ പറയാൻ? നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് ക്രിസ്മസ് ദിനത്തിൽ പറയാനുള്ള മെസ്സേജ്. ഇനിയുള്ള കാലവും ടോം ജോസഫ് ഇന്ത്യൻ ടീമിൽ നിറസാന്നിധ്യമായി ശോഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.